ഹായ് കൂട്ടുകാരെ, ഈ വീഡിയോയിൽ പെലിക്കൻ ക്രോസിംഗ്, പഫിൻ ക്രോസിംഗ്, ടൂക്കൻ ക്രോസിംഗ്, സീബ്ര ക്രോസിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. പെലിക്കൻ ക്രോസിംഗ് പ്രവർത്തിപ്പിക്കുന്നത് കാൽനടക്കാരാണ്. പെലിക്കൻ എന്ന വാക്കിൻ്റെ അർത്ഥം പെഡസ്ട്രിയൻ ലൈറ്റ് കൺട്രോൾഡ് എന്നാണ്. ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പുഷ് ബട്ടൺ അമർത്തണം. എന്നിട്ട് പച്ച മനുഷ്യന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. പച്ച മനുഷ്യൻ സ്റ്റഡിയായിട്ട് നിൽക്കുമ്പോൾ ക്രോസ് ചെയ്യാം. മിന്നി മിന്നി കത്തുന്ന പച്ച മനുഷ്യനുണ്ടെങ്കിൽ പുതുതായി ക്രോസിംഗ് ആരംഭിക്കരുത്. അഥവാ നമ്മൾ ക്രോസിങ്ങിൽ ഇറങ്ങിയതിന് ശേഷമാണ് മിന്നുന്നതെങ്കിൽ ആ ക്രോസിംഗ് കംപ്ലീറ്റ് ചെയ്യുക വേഗത്തിൽ. ഈ ക്രോസിങ്ങിൽ സെൻസർ ഉണ്ടാവത്തില്ല. പെലിക്കൻ ക്രോസിങ്ങിൽ ലൈറ്റിൻ്റെ ക്രമം നോക്കാം. റെഡ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഫ്ലാഷിംഗ് ആംബർ ആണെങ്കിൽ കാൽനടക്കാരും ക്രോസിങ്ങിലില്ലെങ്കിൽ നമുക്ക് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാം. ഗ്രീൻ ലൈറ്റ് ആണെങ്കിലും നമുക്ക് വണ്ടി ഓടിച്ചു പോകാം, പക്ഷേ ശ്രദ്ധിക്കണം കാൽനടക്കാരുണ്ടോ എന്നുള്ളത്. ഇനി പെലിക്കൻ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആസ് യു അപ്രോച്ച് എ പെലിക്കൻ ക്രോസിംഗ് ദ ലൈറ്റ് ചേഞ്ച് ടു ഗ്രീൻ. നിങ്ങൾ പെലിക്കൻ ക്രോസിങ്ങിനെ സമീപിച്ചപ്പോൾ അവിടുത്തെ ലൈറ്റ് ഗ്രീൻ ആണ് കിടക്കുന്നത്. വാട്ട് ഷുഡ് യു ഡു ഇഫ് ഓൾഡർ പീപ്പിൾ ആർ സ്റ്റിൽ ക്രോസിങ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പ്രായമുള്ളവർ ഇപ്പോഴും ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ? ഉത്തരം, വെയിറ്റ് പേഷ്യൻ്റ്ലി വൈൽ ദേ ക്രോസ്. അവർ ക്രോസ് ചെയ്ത് കഴിയുന്നത് വരെ എന്ത് ചെയ്യുക? ക്ഷമയോടെ കാത്തിരിക്കുക. കാരണം പ്രായമുള്ളവർക്കും അംഗവൈകല്യമുള്ളവർക്കും സമയമെടുക്കും ക്രോസ് ചെയ്യാനായിട്ട്. അടുത്ത ചോദ്യം, യു ആർ വെയിറ്റിംഗ് അറ്റ് പെലിക്കൻ ക്രോസിങ്. നിങ്ങൾ പെലിക്കൻ ക്രോസിങ്ങിൽ വെയിറ്റ് ചെയ്യുകയാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ വെൻ ദ റെഡ് ലൈറ്റ് ചേഞ്ച് ടു ഫ്ലാഷിംഗ് ആംബർ. എന്താണ് അർത്ഥമാക്കുന്നത് റെഡ് ലൈറ്റ് മാറിയിട്ട് ഫ്ലാഷിംഗ് ആംബർ ലൈറ്റ് കാണിക്കുകയാണെങ്കിൽ? ഉത്തരം വരുന്നത്, ഗീവ് വേ ടു പെഡസ്ട്രിയൻസ് ഓൺ ദ ക്രോസിങ്ങിൽ. ക്രോസിങ്ങിലുള്ള കാൽനടക്കാർക്ക് വഴി കൊടുക്കുക. ക്രോസിങ്ങിൽ ആരും ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് വണ്ടിയും കൊണ്ട് പോകുന്നതിന് പ്രശ്നമില്ല. പഫിൻ ക്രോസിങ്ങിൻ്റെ ഫുൾ ഫോം പെഡസ്ട്രിയൻ യൂസർ ഫ്രണ്ട്ലി ഇൻ്റലിജൻറ്റ് എന്നാണ്. കാൽനടക്കാർ ചെയ്യേണ്ടത് പുഷ് ബട്ടൺ പ്രസ് ചെയ്യുക, എന്നിട്ട് പച്ച നിറത്തിലുള്ള മനുഷ്യൻ്റെ ലൈറ്റ് വരുമ്പോൾ സുരക്ഷിതമായി ക്രോസ് ചെയ്യുക. പഫിൻ ക്രോസിങ്ങിൽ ഇൻഫ്രാറെഡ് സെൻസർ ഉള്ളതുകൊണ്ട് കാൽനടക്കാർ ക്രോസ് ചെയ്യുന്നത് വരെ ട്രാഫിക് ലൈറ്റ് റെഡ് ആയിരിക്കും കാണിക്കുന്നത്. പഫിൻ ക്രോസിങ്ങിൽ മിന്നുന്ന ആംബർ ലൈറ്റും മിന്നുന്ന പച്ച നിറത്തിലുള്ള മനുഷ്യൻ്റെ ലൈറ്റും ഉണ്ടായിരിക്കത്തില്ല. പഫിൻ ക്രോസിങ്ങിലെ കംപ്ലീറ്റ് ലൈറ്റ് സർക്കിൾ നോക്കാം. ഒന്നാമത് ഗ്രീൻ ലൈറ്റ്, അതിനുശേഷം സ്റ്റഡി ആംബർ ലൈറ്റ്, അതിനുശേഷം റെഡ് ലൈറ്റ്, അതിനുശേഷം റെഡ് ലൈറ്റും ആംബർ ലൈറ്റും ഒന്നിച്ച് കത്തിയതിനു ശേഷം ഗ്രീൻ ലൈറ്റ് കത്തും. ഇവിടെ ഓർക്കുക, ഇവിടെ ഫ്ലാഷിംഗ് ആംബർ ഉണ്ടാവത്തില്ല. ഇനി പഫിൻ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നോക്കാം. വിച്ച് കളർ ഫോളോസ് ദ ഗ്രീൻ സിഗ്നൽ അറ്റ് എ പഫിൻ ക്രോസിംഗ്. ഏത് സിഗ്നലാണ് ഗ്രീൻ ലൈറ്റിന് ശേഷം വരുന്നത്? ഉത്തരം, സ്റ്റഡി ആംബർ. ടൂക്കൻ ക്രോസിംഗ് പെലിക്കൻ ക്രോസിങ്ങും പഫിൻ ക്രോസിങ്ങും പോലെ ലൈറ്റ് കൺട്രോൾഡ് ക്രോസിംഗ് ആണ്. ഇവിടെയും പുഷ് ബട്ടൺ ഉണ്ടാകും. സൈക്കിൾ ഓടിക്കുന്നവർക്കും കാൽനടക്കാർക്കും വേണ്ടി ഒരേ സമയം പച്ച ലൈറ്റ് തെളിയും. അപ്പോൾ 2 പേർക്കും സുരക്ഷിതമായിട്ട് ക്രോസ് ചെയ്യാം. സൈക്കിൾ ഓടിക്കുന്നവർക്ക് സൈക്കിൾ ചവിട്ടി തന്നെ ക്രോസ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. എന്നാൽ പഫിൻ ക്രോസിങ്ങിൽ അങ്ങനെയുള്ള ഒരു അനുവാദമില്ല. അതുപോലെ തന്നെ കാൽനടക്കാർക്കും സൈക്കിൾ ഓടിക്കുന്നവർക്കും വേണ്ടി പ്രത്യേകം പാത തരംതിരിച്ചിട്ടില്ല. ഇനി നമുക്ക് ടൂക്കൻ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. വൈ ഈസ് എ ടൂക്കൻ ക്രോസിംഗ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ പഫിൻ ക്രോസിംഗ്. ടൂക്കൻ ക്രോസിംഗ് പഫിൻ ക്രോസിങ്ങിൽ നിന്ന് എന്തുകൊണ്ടാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഉത്തരം, പെഡസ്ട്രിയൻസ് ആൻഡ് സൈക്ലിസ്റ്റ് ക്യാൻ യൂസ് ഇറ്റ് ടുഗദർ. കാൽനടക്കാർക്കും സൈക്കിൾ ഓടിക്കുന്നവർക്കും ഒരുപോലെ ടൂക്കൻ ക്രോസിംഗ് യൂസ് ചെയ്യാം. ടൂക്കൻ ക്രോസിങ്ങിൽ ട്രാഫിക് ലൈറ്റിൻ്റെ ക്രമം നോർമൽ ട്രാഫിക് ലൈറ്റിൻ്റെ ക്രമം പോലെ തന്നെയായിരിക്കും. സീബ്രയെ പോലെ റോഡിന് കുറുകെ വരച്ചിരിക്കുന്ന കറുപ്പും വെളുപ്പുമുള്ള വരകളുള്ള ക്രോസിംഗ് ആണ് സീബ്ര ക്രോസിംഗ്. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാൻ സുരക്ഷിതമായ സ്ഥലമാണിത്. റോഡ് മുറിച്ച് കടക്കുമ്പോൾ ആദ്യം വാഹനങ്ങൾക്ക് നിങ്ങളെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഒരിക്കലും പെട്ടെന്ന് കുറുകെ ചാടരുത്. ഇത് വളരെ അപകടകരമാണ്. മഴക്കാലത്ത് റോഡുകൾ വഴുവഴുപ്പുള്ളതായിരിക്കും. വാഹനങ്ങൾക്ക് നിർത്താൻ അധിക സമയം ആവശ്യമാണ്. അതിനാൽ ക്ഷമയോടെ ഇരിക്കുക. ഇരുവശത്തും നിന്നുള്ള വാഹനങ്ങൾ നിർത്തുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങൾ ഇല്ലാതായിരിക്കുമ്പോൾ മാത്രം കാൽനട യാത്രക്കാർ ക്രോസ് ചെയ്യുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രോസിങ്ങിനടുത്ത് കാൽനടക്കാർ നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഡ്രൈവർ വാഹനം നിർത്തേണ്ടതില്ല. എന്നാൽ ക്രോസിങ്ങിൽ കാൽനടക്കാർ കാല് കുത്തിക്കഴിഞ്ഞാൽ വാഹനം നിർത്തണം, അതാണ് നിയമം. ക്രോസ് ചെയ്യുമ്പോൾ എപ്പോഴും ജാഗ്രത പാലിക്കുക. ശ്രദ്ധിക്കുക, ചില ഡ്രൈവർമാർ നിർത്തിയ വാഹനങ്ങളെ മറികടക്കാൻ ശ്രമിച്ചേക്കാം. സീബ്ര ക്രോസിങ്ങുകളിൽ ഇരുവശത്തും മിന്നുന്ന ആംബർ ബീക്കണുകളുണ്ട്. അത് എപ്പോഴും മിന്നിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ട്രാഫിക് ഐലൻഡ് ഉണ്ടെങ്കിൽ അത് 2 വ്യത്യസ്ത ക്രോസിങ്ങുകളായി കണക്കാക്കും. ഇവിടെ 2 പ്രാവശ്യം വണ്ടികൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ. ഇനി ഈ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നോക്കാം. യു ആർ ഡ്രൈവിംഗ് ടുവേർഡ്സ് എ സീബ്ര ക്രോസിംഗ്.
വാട്ട് ഷുഡ് യു ഡു ഇഫ് എ പേഴ്സൺ ഇൻ എ വീൽ ചെയർ ഈസ് വെയിറ്റിംഗ് ടു ക്രോസ്? നിങ്ങൾ സീബ്ര ക്രോസിങ്ങിലോട്ട് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീൽ ചെയറിൽ ഒരു മനുഷ്യൻ ക്രോസ് ചെയ്യാൻ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ഉത്തരം ബി പ്രിപ്പയർഡ് ടു സ്റ്റോപ്പ്, അതായത് നിർത്താൻ തയ്യാറായിരിക്കുക. അടുത്ത ചോദ്യം, യു ആർ ഹാവിംഗ് ഡിഫിക്കൽറ്റി ഫൈൻഡിങ് എ പാർക്കിംഗ് സ്പേസ് ഇൻ എ ബിസി ടൗൺ. ക്യാൻ യു പാർക്ക് ഓൺ ഇൻ ദ സിഗ്സാഗ് ലൈൻസ് ഓഫ് ദ സീബ്ര ക്രോസിംഗ്? നമുക്കൊരു തിരക്കേറിയ ടൗണിൽ പാർക്കിങ്ങിൻ്റെ സ്ഥലം ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണെങ്കിൽ നമുക്ക് സിഗ്സാഗ് ലൈൻ സീബ്ര ക്രോസിങ്ങിൽ വരച്ചിട്ടുണ്ട്. ആ ലൈനിൽ പാർക്ക് ചെയ്യാമോ എന്നാണ് ചോദ്യം. ഉത്തരം നോ, നോട്ട് അണ്ടർ എനി സർക്കംസ്റ്റൻസസ്. ഒരു സാഹചര്യത്തിലും നമുക്ക് അവിടെ പാർക്ക് ചെയ്യാനുള്ള അനുവാദമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.